ഒരിക്കലേ വെച്ച് പിടിപ്പിച്ചാൽ മതി. പിന്നെ അടുത്ത 2-3 വർഷത്തേക്ക് നമുക്കെന്നും വിളവ് തരുന്ന ഒരു സാധനമാണ് വഴുതന. ഈ വഴുതന ചെടിയെ പെട്ടെന്ന് അങ്ങനെ നശിച്ചു പോവില്ല. പിന്നെ അതിൽ നിന്ന് നമുക്ക് ചെറിയ ചെറിയ തൈകൾ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. എനിക്കിവിടെ 2 ടൈപ്പുള്ള വഴുതനകളാണുള്ളത്. ഇത് നമ്മുടെ പച്ച കളറുള്ളതാണ്. ഇതാണ്ടേ അതിൻ്റെ കാകളൊക്കെ നമ്മൾ ഒരുവിധം എല്ലാം പറിച്ചു കഴിഞ്ഞു. ഇതിപ്പോൾ അടുത്തത് ആയി വരുന്നതേ ഉള്ളൂ. ഇവിടെ ഒരാളെ നമ്മൾ നിർത്തിയിട്ടുണ്ട്. ഇത് വിത്തിനായിട്ട് നിർത്തിയിരിക്കുക. പിന്നെ ഉള്ളത് നമ്മുടെ വയലറ്റാണ്. അതെ, അവരിഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഈ വയലറ്റ് വഴുതനയെ നമുക്ക് പല പ്രായത്തിലുള്ളവരുണ്ട്. ഈ പല പ്രായത്തിലുള്ളവരെ നട്ട് കഴിയുമ്പോൾ നമുക്ക് എന്നും പച്ചക്കറികളുണ്ടാകും. ഇവരൊക്കെ കുഞ്ഞാൾക്കാരാട്ടോ. ഇത് മുഴുവനും എൻ്റെ വഴുതനയുടെ ഏരിയയാണ്. വിത്തെടുക്കുന്നതിനായിട്ടേ നല്ല ഹെൽത്തിയും പഴുത്തതുമായ ഒരു വഴുതനയ്ക്ക നമ്മളങ്ങ് മാറ്റി നിർത്തും. അങ്ങനെ ഞാൻ മാറ്റി നിർത്തിയ ഒരെണ്ണമാണിത്. ഇതാണ് ഇന്ന് നമ്മൾ വിത്തിനെടുക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒത്തിരി വിത്ത് കിട്ടും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഉപയോഗിച്ചാൽ മതി. പുഴുവും ഈച്ചയും ഒന്നും കുത്താത്തതും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വഴുതനങ്ങ ഇതാണ് ഞാൻ വിത്തിന് നിർത്തി. അപ്പം നല്ല മൂത്ത ഹെൽത്തി വഴുതനങ്ങയാണ്, നല്ലപോലെ പഴുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതിനെ എങ്ങനെയാണ് വിത്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഇതിനെ ഒന്ന് മുറിക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിറച്ച് വിത്താണ്. ഇത്രയും വിത്തൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള പോഷൻ മാത്രം എടുത്താൽ മതി. അല്ല എങ്കിൽ എടുത്തിട്ട് ഉണങ്ങി നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം. എപ്പോൾ ആവശ്യത്തിനാണേലും ഇത് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പം ഞാനിന്ന് ഇവിടെ എടുക്കുന്ന വിത്തുകൾ ഇപ്പം തന്നെ അങ്ങ് പാവുകയാണ്. അടുത്തതായിട്ടേ നമുക്ക് വിത്തിന് വേണ്ടിയിട്ട് ഇതിനെ നടുവേ അങ്ങ് മുറിക്കാം. നിറയെ വിത്താണ്. നമുക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കാം. ഇനി നമുക്ക് ഇപ്പോൾ വിത്ത് കൊണ്ട് ഫ്രഷും ഉണ്ട്. ഇതിൽ നിന്ന് നമുക്ക് വിത്തിനെ സോർട്ട് ചെയ്യാം. ഇത് മുഴുവനും വിത്താണ്. നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലോട്ടിടാം. ഇതിനെ വേണമെങ്കിൽ ഒന്നുകൂടെ മുറിച്ചിട്ടെടുക്കാം. നമ്മൾ ഇത്രയും പോർഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ വിത്തിന് വേണ്ടിയിട്ട്. ബാക്കിയെല്ലാം നമ്മൾ വെച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് നമ്മൾ വിത്തും ഫ്ലഷും സെപ്പറേറ്റ് ആക്കുന്നതെന്ന് കാണിക്കാം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ വിത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. കുറച്ച് മതി. ഇത്രയും വെള്ളം ഒഴിച്ചു. ഇനി നമുക്ക് നല്ല പോലെ ഇതിനെ അങ്ങ് ഞെരടി കൊടുക്കണം. ഇങ്ങനെ കൈ വെച്ച് ഞെരടിയാൽ മതി. അപ്പോൾ വഴുതനയുടെ കുരു എല്ലാം സെപ്പറേറ്റ് ആയിട്ട് വരും. ഇപ്പോൾ ഒരു ചെറിയൊരു കണ്ടെയ്നറിനകത്ത് ഇതിട്ടിങ്ങനെ ഞെരടി കഴിയുമ്പം ആ ഫ്ലഷും മാറി വഴുതനയുടെ കുരു സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പരിച്ച് കിട്ടും. ഇപ്പം നമ്മൾ ഞെരടി എടുത്ത സാധനം ഇങ്ങനെ ഇരിക്കും. ആ ഫ്ലഷെല്ലാം മൂടി പൊങ്ങിക്കിടക്കുന്നത് അല്ലേ ഞെരടിയെടുത്ത വഴുതന വിത്തുകളാണ്. ഈ അടിയിൽ കളർഫുള്ളായിട്ട് കാണുന്ന എല്ലാം വിത്തുകളും ഇത് മുകളിൽ അതിനകത്തെ ആ ഫ്ലഷുമാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഈ ഫ്ലഷ് എടുത്ത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിക്കളയാം. ഇതാണ്ടേ ഒന്നുമേ ഇല്ല. ആ ഞെരടിയിപ്പം വിത്തുകളെല്ലാം ഇതിനകത്തോട്ട് മാറി. വിത്തെല്ലാം സെപ്പറേറ്റഡ് ആയിട്ട് ഇതിനടിയിൽ തന്നെ കിടപ്പുണ്ട്. ഇനി നമുക്കിതിനെ അരിച്ചെടുക്കാം. കണ്ടോ, ഒരു കൊച്ചു പീസിൽ നിന്ന് നമുക്ക് ഇത്രയും വിത്ത് കിട്ടി. ഈ വിത്തുകൾ നമ്മൾ പാകി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുളപ്പിച്ചെടുക്കാം. അതെന്നിട്ട് സമയാസമയം മാറ്റി നട്ടാൽ മതി. അപ്പോൾ പല പ്രായത്തിലുള്ള പച്ചക്കറികൾ നട്ടാൽ നമുക്കെന്നും വീട്ടിൽ പച്ചക്കറികൾ കിട്ടും. ഒരേ പ്രായത്തിലായി പോകരുത്, പല പ്രായത്തിലാകണം. സോ ഇനി നമുക്ക് കുറച്ച് വിത്തുകൾ മാത്രം നട്ടെടുക്കാം. എല്ലാം കൂടെ നട്ടാൽ ഒത്തിരി ആയിപ്പോകും കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു സീഡിങ് ട്രേ ഉണ്ട്. ഇത് ഞാൻ പല പ്രാവശ്യം പല സാധനങ്ങൾ നട്ടതാണ്. അപ്പോൾ ഇതിനകത്തെല്ലാം മണ്ണും എല്ലാം നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു സ്പൂൺ ഞാൻ എപ്പോഴും വെച്ചിട്ടുണ്ട്. ആ സ്പൂൺ വെച്ച് നമുക്ക് മണ്ണിനെ ഒന്ന് ചെറുതായിട്ട് മാറ്റാം. അതിനുശേഷം നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ വിത്തുകൾ ഒരു 2-3 ഇട്ടാൽ മതി. ഇങ്ങനെ ഇടുമ്പോൾ ഒത്തിരി കൂടിപ്പോവും.
ആവശ്യത്തിന് മാത്രം ഇടുക. കാരണം ഇതെല്ലാം മുളച്ച് വരും. കാരണം നമ്മളുടെ തന്നെ സ്വന്തം വഴുതനയുടെ വിത്താകുമ്പോൾ ഈ വിത്തുകളെല്ലാം മുളയ്ക്കുന്നത് നമുക്ക് ഷുവറാണ്. കാരണം നല്ല വിത്തുകളാണല്ലോ, ഹെൽത്തി ആയിട്ടുള്ള നല്ല വിത്തുകൾ വേണം. വിത്ത് നന്നായാലേ വിളവും നന്നാകുമെന്ന് പറയുന്നത് തന്നെ. എന്നിട്ട് ചെറുതായിട്ട് മണ്ണിട്ടൊന്ന് മൂടിക്കൊടുക്കുക. അധികം മണ്ണ് വേണ്ട, കാരണം ഇവർക്ക് പൊട്ടി മുളച്ച് മുകളിലോട്ട് വരണം. ഒരു കൊച്ചു സ്പൂൺ ഇതിനു വേണ്ടി മാറ്റി വെച്ചാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും എളുപ്പമാകും. ഓരോ കുഴിയിലുമേ 5-6 വിത്ത് വീതം ഇട്ടിട്ടുണ്ട്. കിളിച്ച് വരുന്നവരൊക്കെ വന്നോട്ടെ, അതിനകത്ത് ഹെൽത്തി ആയിട്ടുള്ളത് മാത്രം എടുത്ത് നമുക്ക് മാറ്റി മാറ്റി നട്ടാൽ മതി. മുകളിലൊരു തിൻ ലെയർ ഒന്നെങ്കിൽ ചകിരിച്ചോറിടാം, കോക്കോപ്പിറ്റ്, അല്ലെങ്കിൽ തിൻ ലെയർ മണ്ണിട്ടാൽ മതി. ഇനി നമുക്ക് ഇവർക്ക് ഇച്ചിരി വെള്ളവും കൂടെ സ്പ്രേ ചെയ്ത് കൊടുത്ത് നമ്മൾ എന്നും വെള്ളം ഒഴിക്കുന്ന സ്ഥലം എവിടെയാണോ അവിടെ തന്നെ വെക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ മറക്കില്ല വെള്ളം ഒഴിക്കാൻ. ബാക്കിയുള്ള ചെടികൾക്ക് വെള്ളം ഒഴിക്കുന്ന കൂടെ ഇവർക്കും വെള്ളം കിട്ടിക്കോളും. വിത്ത് പാകിക്കഴിഞ്ഞു. ഇനി ഇവർക്ക് കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇവിടെ തന്നെ വയ്ക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ ഈ പച്ചക്കറികളുടെ ഇടയ്ക്ക് തന്നെയാണ് ഇവരെ വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് വെള്ളം ഒഴിക്കുന്ന കൂടെ ഇവർക്ക് കൂടെ വെള്ളം കിട്ടിക്കോളും. ഞാൻ എൻ്റെ പച്ചക്കറികൾക്ക് മെയിനായിട്ട് കൊടുക്കുന്ന വളം നമ്മുടെ അടുക്കളയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ്. ഇതെന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ കഞ്ഞിവെള്ളവും ഉള്ളിത്തൊലിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. കാരണം ഉള്ളിത്തൊലി നമുക്ക് ബയോഗ്യാസിൽ ഇടാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ നമ്മളങ്ങ് മിക്സ് ചെയ്ത് വയ്ക്കും. ഒരു 2-3 ദിവസത്തെ കഞ്ഞിവെള്ളം ഉള്ളിത്തൊലിയുണ്ട്. ഇതിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. സൂപ്പർ വളം കേട്ടോ. ഇതാണ് നമ്മുടെ കഞ്ഞിവെള്ളം ഉള്ളിത്തൊലി മിക്സ്. ഇതൊരു 3-4 ദിവസത്തെ കഞ്ഞിവെള്ളമുണ്ട്, നല്ല പുളിച്ച് കിടക്കുകയാണ്. ഞാൻ ഇതിൻ്റെ കൂടെ ഇടയ്ക്ക് ഒരു പീസ് ശർക്കര ഇടും, കാരണം പുഴുവൊന്നും വരാണ്ടിരിക്കാനായിട്ട്. ഉള്ളിത്തൊലി മുഴുവനുമുണ്ട്. ഇതെല്ലാം നമുക്ക് നല്ല വളമാണ്. നമ്മുടെ പച്ചക്കറികൾക്ക് ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? നമ്മുടെ ഈ പുളിച്ച കഞ്ഞിവെള്ളവും ഉള്ളിത്തൊലി മിക്സ് നല്ല കോൺസെൻട്രേറ്റഡ് കാര്യമാണിപ്പം. അപ്പം നമുക്കിതിനെ ഡൈല്യൂട്ട് ചെയ്യണം. അതിനായിട്ട് ഇങ്ങനൊരു കപ്പുണ്ട് എനിക്ക്. ഈ കപ്പിൽ 1 കപ്പ് എടുക്കും. എന്നിട്ട് നമ്മളിതിനെ 3 കപ്പ് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്യും. കാരണം ഇത് നമ്മൾ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ മണ്ണിൻ്റെ മുകളിൽ ഇതൊരു ലെയർ പോലെ അങ്ങ് ഫോം ചെയ്യും. പിന്നെ വെള്ളമോ വളവോ ഒന്നും അകത്തോട്ട് പോകില്ല. അപ്പോൾ ഡൈല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈസി ആയിട്ട് മണ്ണിലേക്ക് അബ്സോർവ് ചെയ്യും. അപ്പോൾ ഡൈല്യൂട്ട് ചെയ്യാൻ മറക്കരുത്. ഞാൻ യൂഷ്വലി ഈ കപ്പിന് 3 കപ്പ് വെള്ളം കൂടിയാണ് ആഡ് ചെയ്യുന്നത്. എൻ്റെ ഈ വഴുതനകളെ ജസ്റ്റ് പൂവിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇവിടെ എനിക്ക് പല പ്രായത്തിലുള്ള വഴുതനകളുണ്ട്. ഇതെല്ലാം പൂവിട്ടവരെ കുഞ്ഞു വഴുതനകളെ കുറേയേറെ നട്ടിട്ടുമുണ്ട്. പിന്നെ കായ്ച്ചു നിൽക്കുന്നവരും കുറേയേറെയുണ്ട്. അപ്പോൾ നമുക്കിന്ന് ഇവർക്ക് കുറച്ച് നമ്മുടെ ഈ സ്ലറി ഒഴിച്ചു കൊടുക്കാം. അതിനായിട്ട് മണ്ണ് നന്നായിട്ട് കൊത്തി ഇളക്കുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ സ്ലറി എടുത്ത് ചുറ്റിനും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ലിക്വിഡ് ഫോമിലാവുമ്പോൾ ഇവർക്ക് ഈസി ആയിട്ട് വേരുകൾക്ക് ഈ വളം വലിച്ചെടുക്കാൻ പറ്റും. സോ ബാക്കിയുള്ള വളം കൂടെ നമുക്ക് ഇതിന് നടുക്കോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ കിട്ടിക്കോളും. അപ്പോൾ ബാക്കി ഡൈല്യൂട്ട് ചെയ്ത കഞ്ഞിവെള്ളം കൂടെ നമുക്ക് ഇവരുടെ ചുവട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇവരൊക്കെ ജസ്റ്റ് പൂവിട്ട് തുടങ്ങിയവരാണ്. അപ്പം നിലത്ത് നടുന്നതുകൊണ്ട് നമുക്കിതിൻ്റെ നടുക്കോട്ടങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ കിട്ടിക്കോളും. എനിക്കിവിടെ ചട്ടിയിലും ഉണ്ട് കേട്ടോ 1-2 പേര്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലുമേ നമ്മൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇത് നമ്മുടെ നീം ഓയിൽ മിക്സാണ്. കീടങ്ങളിൽ നിന്നെല്ലാം ഇവരെ രക്ഷിക്കാനായിട്ട്. ഇലയുടെ അടിയിലേക്ക് അടിക്കണം. ഇവർക്കും ശരിക്കും നല്ലപോലെ പുഴുശല്യം ഉണ്ടാകും. നമ്മൾ അതനുസരിച്ച് ഈ മിക്സ് അടിച്ചു കൊടുത്താൽ മതി. പിന്നെ ഒരു പുഴു പോലും ഇവരെ തൊടില്ല.
പിന്നെ മെയിനായിട്ട് ഞാൻ ഇവർക്ക് ഒഴിച്ചു കൊടുക്കുന്നതാണ് നമ്മുടെ ജൈവ സ്ലറി. അതൊരു 10 ദിവസം കൂടുമ്പോൾ നമ്മുടെ ഓർഗാനിക് സ്ലറി കൂടെ ഒഴിച്ചു കൊടുക്കും. അത് ഭയങ്കര നല്ലൊരു വളമാണ്. അപ്പോളേ ഇവിടെ മൂത്ത് നിൽക്കുന്ന ആൾക്കാരും ഉണ്ട്. നമുക്ക് 1-2 പേരെ പറിച്ചേക്കാം. ഇതാട്ടെ, നല്ല ഒരെണ്ണമാണ്. ഇവിടെ വേറെ ഉണ്ട്. ഇനിയുണ്ട്. ഇതുകൂടെ അങ്ങ് എടുത്തേക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് ഒരാൾ കൂടെ നിൽപ്പുണ്ട്, ഒരുവിധം നല്ല മൂത്തത്. അപ്പോൾ ഇതും എടുത്തേച്ചു. ഇന്നിപ്പം നമ്മൾ പറിച്ചെടുത്താണ് ഈ 5 പേരെ. നല്ലൊരു തോരനുള്ള സാധനമായി. ഇത് കൂടുതൽ ഫ്രഷ് ആയിട്ടുള്ള സാധനം എവിടെ നിന്ന് കിട്ടാനല്ലേ?